സ്വാഗതം സകലമാന കേരളത്തിലേക്ക്. പ്രധാന വാർത്തകൾ. നെയ്യാറ്റിൻകരയിൽ ഒരു കുടുംബത്തിലെ 3 പേർ ജീവനൊടുക്കിയ നിലയിൽ. മരണകാരണം സാമ്പത്തിക പ്രതിസന്ധി. കോഴിക്കോട് സ്കൂൾ വിദ്യാർത്ഥിനി ഇടിച്ചു തെറിപ്പിച്ച ബസിന്റെ അമിതവേഗം. ഇടിച്ചത് സീബ്ര ലൈൻ കടക്കുകയായിരുന്ന വിദ്യാർത്ഥിനിയെ. അപകടം ചെറുവണ്ണൂർ സ്കൂളിന് മുന്നിൽ. മൂന്നാറിൽ വീണ്ടും കാട്ടാന ആക്രമണം. ജനവാസ മേഖലയിലെ പലചരക്ക് കട തകർത്തു. തൊഴിലാളി കുടുംബങ്ങൾ ആശങ്കയിൽ. തൃശൂർ കുന്നംകുളത്തെ യുവാവിന്റെ മരണം ബൈക്ക് അപകടമല്ല. ചെറുവത്താനി സ്വദേശി വിഷ്ണുവിനെ സുഹൃത്തുക്കൾ തല്ലിക്കൊന്നതെന്ന് തെളിഞ്ഞു. മർദ്ദനമുണ്ടായത് ആനയെ കെട്ടുന്ന സ്ഥലത്ത് പോകുന്നതിനെ ചൊല്ലി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ആദ്യം തന്നെ കടക്കുന്നത്. സുരേഷ് ഗോപിയുടെയും ജോർജ് കുര്യന്റെയും കേന്ദ്രമന്ത്രിസഭയിലെ പ്രാതിനിധ്യം സ്വാഗതം ചെയ്ത് സിറോ മലബാർ സഭ. കേരളത്തിന്റെ പൊതു താൽപര്യങ്ങൾ സംരക്ഷിക്കാനും വികസനം ത്വരിതപ്പെടുത്താനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു എന്നും സഭ. ഡാനി പോൾ വിവരങ്ങളുമായി ചേരുന്നു. ഡാനി, സ്വാഗതം ചെയ്യുകയാണ് സിറോ മലബാർ സഭ. ഏറ്റവും പ്രധാനമായി തൃശൂരിലടക്കം സഭയുടെ സാന്നിധ്യം സുരേഷ് ഗോപിയുടെ വിജയത്തിൽ ഉണ്ടായിരുന്നു എന്ന സൂചനകൾ, വിവരങ്ങളൊക്കെ പുറത്തുവരുന്ന ഈ ഘട്ടത്തിൽ തന്നെയാണ് സിറോ മലബാർ സഭ ഈ 2 കേന്ദ്രമന്ത്രിമാരെയും സ്വാഗതം ചെയ്യുന്നത്. സിറോ മലബാർ സഭ ഈ 2 കേന്ദ്രമന്ത്രിമാരെയും സ്വാഗതം ചെയ്യുന്നത്. തീർച്ചയായും ഭവ്യ, കാരണം ഇത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കേരളത്തിലെ ഏതെങ്കിലും ഒരു ക്രൈസ്തവ സഭ ഇതിന് മുന്നോട്ട് വരുന്നത് ഇതാദ്യം തന്നെയാണ്. കാരണം മന്ത്രിസഭയിലേക്ക് പുതിയ കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികൾ ഉണ്ടാകുന്നു. അവരെ സുസ്വാഗതം ചെയ്തുകൊണ്ടാണ് സിറോ മലബാർ സഭയുടെ ഒരു അറിയിപ്പ് ഇപ്പോൾ വരുന്നത്. അതിൽ ഒരാൾ, കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരിൽ ഒരാൾ സിറോ മലബാർ സഭ അംഗമാണ് എന്ന കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. ജോർജ് കുര്യൻ പാലാരൂപത അംഗമാണ് സിറോ മലബാർ സഭയുടെ ഭാഗമായ. എന്തായാലും ഇതിൽ എടുത്തു പറയേണ്ടത് ഭാരതത്തിൻ്റെ നവോത്ഥാനത്തിനും സാംസ്കാരിക പുരോഗതിക്കും വിദ്യാഭ്യാസ നേട്ടങ്ങൾക്കും സ്വതന്ത്ര പ്രാപ്തിക്കും നിസ്തുല സംഭാവനകൾ നൽകിയിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളുടെ പ്രവർത്തന ശൈലി ഈ സർക്കാരിനും തുടരാൻ സാധിക്കട്ടെ എന്നുകൊണ്ട് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന് ഇപ്രകാരമുള്ള രാഷ്ട്ര നിർമ്മാണ യജ്ഞങ്ങൾക്ക് മുഴുവൻ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നുവെന്ന് സിറോ മലബാർ സഭ വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്തായാലും സിറോ മലബാർ സഭയിലേക്ക് BJP നേതൃത്വം കുറേ നാളുകളായി ശ്രമിക്കുന്ന അവിടേക്കുള്ളൊരു പാലം, അതിൻ്റെ ഒരു ശ്രമങ്ങൾ കുറേ നാളുകളായുണ്ട്. അതിൻ്റെ ഒരു ഫലപ്രാപ്തിയിലേക്ക് ഒരുപക്ഷെ എത്തിയെന്ന് നമുക്ക് വിശ്വസിക്കുകയും ചൂണ്ടിക്കാണിക്കുകയും എല്ലാം തന്നെ ചെയ്യാം. പ്രത്യേകിച്ച് തൃശ്ശൂരിൽ നേടിയ വലിയ വിജയങ്ങളുണ്ട്. അതിൽ സിറോ മലബാർ സഭയ്ക്ക് വലിയ നിർണായക സ്വാധീനമുള്ള ഒരു മേഖല കൂടിയാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. തൃശ്ശൂരിൽ നേടിയ വിജയങ്ങൾ, പ്രത്യേകിച്ച് ഇരിങ്ങാലക്കുടി അടക്കമുള്ള മേഖലയിൽ സഭയ്ക്ക് സ്വാധീനമുള്ള തൃശ്ശൂർ മണ്ഡലങ്ങൾ അടക്കമുള്ള ഇടങ്ങളിൽ വലിയ രീതിയിലുള്ള വോട്ട് BJPക്ക് വന്നിട്ടുണ്ട്, സുരേഷ് ഗോപിക്ക് വന്നിട്ടുണ്ട് എന്ന വിലയിരുത്തൽ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അപ്പോഴാണ് അത്തരം വിലയിരുത്തലുകൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഇപ്പോൾ സിറോ മലബാർ സഭയിൽ നിന്ന് ഇതിൽ 2 മന്ത്രിമാർ വന്നിട്ടുള്ളതിൽ അവരെ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ രീതിയിലുള്ള ഒരു പിന്തുണ അടക്കമുള്ള കാര്യങ്ങൾ സഭയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. എന്തായാലും അത്തരം കാര്യങ്ങളിൽ കുറെ കൂടി ഒരു രാഷ്ട്രീയമായ ഒരു വിശകലനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. എന്തായാലും സഭയുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഈ 2 പേരെയും സ്വാഗതം ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ച് ഈ കേന്ദ്രമന്ത്രിസഭയിൽ തന്നെ സ്ഥാനമുറപ്പിച്ച 2 പേർക്കും സ്വാഗതം പറയുന്നതോടൊപ്പം തന്നെ ഈ മന്ത്രിസഭയ്ക്ക് മുഴുവൻ പിന്തുണയും അറിയിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ സിറോ മലബാർ സഭയുടെ നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകളായി സഭയെ, സിറോ മലബാർ സഭ അടക്കമുള്ള സഭകളെ ചേർത്ത് പിടിക്കാൻ അല്ലെങ്കിൽ ഒപ്പം നിർത്താൻ വേണ്ടി BJP നടത്തുന്ന പെടാപ്പാടുകൾ നമ്മൾ കണ്ടതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം മതമേലധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച നടത്തുന്നു, അവരെ ക്ഷണിക്കുന്നു വിരുന്നിനടക്കം. അത്തരം കാഴ്ചകളൊക്കെ ശേഷം ഇപ്പോൾ ഇതാ ജോർജ് കുര്യനടക്കം കേന്ദ്രമന്ത്രിസഭയിൽ ഇടം പിടിച്ച സാഹചര്യം. ഇപ്പോൾ ഏറ്റവും പ്രധാനമായി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂരിലടക്കം 20%-ലധികം വോട്ടുകൾ പ്രത്യേകിച്ചും സുരേഷ് ഗോപിക്ക് ക്രൈസ്തവ സഭയിൽ നിന്ന് ലഭിച്ചു എന്നുള്ള വിവരങ്ങളൊക്കെ, സൂചനകളൊക്കെ പുറത്തുവരുന്ന സമയത്ത് തന്നെ സഭ സ്വാഗതം ചെയ്യുമ്പോൾ അത് എന്തിന്റെ സൂചനയാണ് നൽകുന്നത്?
ഭവ്യ അതിൽ കൃത്യമായ രീതിയിൽ തന്നെ അതിൽ പല രീതിയിലുള്ള ചൂണ്ടിക്കാണിക്കലുകളും തുടക്കം തന്നെ ഉണ്ടായിരുന്നു. കാരണം നേരത്തെ ഭവ്യ ഈ കാര്യങ്ങളിൽ പറഞ്ഞതുപോലെ കഴിഞ്ഞ കുറേ നാളുകളായി BJP ശ്രമിക്കുന്നത് ഈ സഭയിലേക്ക്, ഇതര സഭയിലേക്ക്, ക്രൈസ്തവ സമൂഹങ്ങളിലേക്ക്, ന്യൂനപക്ഷ ക്രൈസ്തവരിലേക്ക് എല്ലാം തന്നെയും കടന്നു ചെല്ലാൻ കഴിയുന്ന രീതിയിലേക്ക് പോയാൽ മാത്രമേ കേരളത്തിൽ ഒരു വളക്കൂറുള്ള ഒരിടമായിട്ട് BJPക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ആ രീതിയിൽ മാത്രമേ ഒരു വിജയത്തിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ഈ ചേരുവകൾ പരീക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്, അതിൻ്റെ ഒരു സാധ്യതകൾ പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നൊരു വിലയിരുത്തൽ BJPക്ക് എല്ലാം തുടക്കകാലം മുതൽ തന്നെ ഉണ്ടായിരുന്നു. അത് കൃത്യമായ രീതിയിൽ വർക്കൗട്ട് ചെയ്തൊരിടം കൂടിയാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. ഇതിൽ ഓർക്കുക, അതിൽ ഈ തിരഞ്ഞെടുപ്പിൻ്റെ പിറ്റേന്ന് തന്നെയും ഇവിടേക്ക് സുരേഷ് ഗോപി സന്ദർശനം നടത്തിയത് ഈ മെത്രാസന മന്ദിരങ്ങളിലേക്ക് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് പാലയിലേക്കും കോട്ടയത്തേക്കും എല്ലാം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ദിവസം തന്നെയുള്ള സന്ദർശനങ്ങളടക്കം ഉണ്ടായിരുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ചേർത്ത് പിടിക്കലിലേക്ക് BJP ശ്രമിക്കുന്ന ആ രീതിയിലേക്ക് മാത്രമേ കേരളത്തിൽ ഒരു നേട്ടമുണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ന്യൂനപക്ഷങ്ങളെ വിശ്വാസത്തിലെടുക്കുക, അത് തീർച്ചയായും തന്നെ അത് ഒരു വേണ്ടപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് മണിപ്പൂർ അടക്കമുള്ള ഒരു സംഭവ വികാസങ്ങൾ ഉണ്ടാകുമ്പോൾ അത് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നതടക്കം ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുക, സഭാമേലധ്യക്ഷന്മാരോട് കൂടുതൽ ഇത്തരം കാര്യങ്ങൾക്ക് അഭിപ്രായ പ്രകടനങ്ങൾക്കടക്കം തയ്യാറാകുക എന്നതായിരുന്നു BJPയുടെ ഒരു നിർദ്ദേശം തന്നെ. അടക്കം പ്രധാനമന്ത്രി അടക്കം ക്രിസ്ത്യൻ മേലധ്യക്ഷന്മാരെ കാണുവാനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതലായി ചേർന്ന് നിന്നത് സിറോ മലബാർ സഭയിൽ തന്നെയായിരുന്നു. സിറോ മലബാർ സഭാ മേലധ്യക്ഷന്മാരെ പലകുറി ഇവിടെ നിന്ന് കർദിനാളായാലും മറ്റ് നേതൃത്വമായാലും എല്ലാം തന്നെ നേരിട്ട് കാണുവാനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ നടത്തുകയുണ്ടായി. പലരും ആ വഴിക്ക് തന്നെയായിരുന്നു ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നത്. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ ഇവിടേക്ക് എത്തുകയും ഈ സഭാ മേലധ്യക്ഷന്മാരുമായിട്ടുള്ള കൂടിക്കാഴ്ചകളെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾക്കിടയിലും നടത്തുകയും എല്ലാം തന്നെ ചെയ്തു. എന്തായാലും അതിൽ നിന്നെല്ലാം കൃത്യമായ ഒരു കൊടുക്കൽ വാങ്ങൽ കാര്യങ്ങളെല്ലാം തന്നെ വന്നിട്ടുണ്ട് എന്ന് ഒരു ഭാഗത്തെ രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നുണ്ട്. ഏതായാലും ഈ ഒരു നടപടിയെ സുസ്വാഗതം ചെയ്തുകൊണ്ട് 2 മന്ത്രിമാർ കേരളത്തിന് ലഭിച്ചു എന്നത് വലിയ കാര്യം തന്നെയാണ്. അടയാളപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് സിറോ മലബാർ സഭയിൽ നിന്ന് മന്ത്രിസഭ ചുമതലയേറ്റിയ ശേഷം തൊട്ടടുത്ത മണിക്കൂറുകളിൽ ഇപ്പോൾ അത് അംഗീകരിച്ചുകൊണ്ട് സ്വാഗതം ചെയ്തുകൊണ്ട് അറിയിപ്പ് വന്നിരിക്കുന്നതും അതും രാഷ്ട്രീയ കേരളത്തിൽ ഒരു പുതിയ ദിശാസൂചിക തന്നെയാണ് തുറക്കുന്നത്. അത് തന്നെയാണ് സുരേഷ് ഗോപിയുടെയും ജോർജ് കുര്യന്റെയും കേന്ദ്രമന്ത്രിസഭയിലെ പ്രാതിനിധ്യം സ്വാഗതം ചെയ്ത സിറോ മലബാർ സഭ കേരളത്തിന്റെ പൊതു താൽപര്യങ്ങൾ സംരക്ഷിക്കുവാനും വികസനം ത്വരിതപ്പെടുത്താനും കഴിയട്ടെ എന്നാണ് സഭ ആശംസിക്കുന്നത്. ഡാനി പോളാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ തിരുവനന്തപുരം നെയ്യാറ്റിൻകര കൂട്ടപ്പനയിൽ ഒരു കുടുംബത്തിലെ 3 പേർ ആത്മഹത്യ ചെയ്ത നിലയിൽ. അറപ്പുപുര വീള വീട്ടിൽ മണിലാൽ, ഭാര്യ സ്മിത, മകൻ അഭിലാൽ എന്നിവരെയാണ് വിഷം കഴിച്ച് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയായിരുന്നു സംഭവം. സാമ്പത്തിക പ്രതിസന്ധിയാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത്. കോഴിക്കോട് ചെറുവണ്ണൂരിൽ സ്കൂൾ വിദ്യാർത്ഥിനിയെ സീബ്ര ലൈനിൽ സ്വകാര്യ ബസ് ഇടിച്ച് തെറിപ്പിച്ചു. കൊളത്ര സ്വദേശി വിദ്യാർത്ഥിനി ഫാത്തിമാറിനെ അമിത വേഗതയിൽ വന്ന ബസ് ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. പെൺകുട്ടി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ചെറുവണ്ണൂർ സ്കൂളിന് മുൻപിലെ സീബ്ര ലൈനിൽ വെച്ചാണ് വിദ്യാർത്ഥിനിയെ ബസ് ഇടിച്ചത്. വളരെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യമാണ്. ഈ പെൺകുട്ടി അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നത് ഏറെ സന്തോഷമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. കാരണം സീബ്ര ലൈനിൽ കൂടി വളരെ സൂക്ഷിച്ചാണ് പെൺകുട്ടി മുന്നോട്ട് വരുന്നത്. പക്ഷേ എന്നിട്ട് പോലും ബസ് ഇടിക്കുകയും പക്ഷേ വളരെ സന്തോഷത്തോടു കൂടി പറയാൻ സാധിക്കുന്നു ആ കുഞ്ഞ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നുള്ള വിവരം. പാലക്കാട് ഓങ്ങല്ലൂരിൽ ഗുഡ്സ് ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് മറിഞ്ഞു. പട്ടാമ്പി പാതയിൽ മഞ്ഞളുങ്ങൽ ഇറക്കത്തിലാണ് അപകടം. പുറകിൽ വന്ന കാർ ഓവർടേക്ക് ചെയ്തപ്പോൾ നിയന്ത്രണം വിട്ട് പാതയോരത്തേക്ക് തല കീഴായി മറിയുകയായിരുന്നു. ഡ്രൈവർക്ക് സാരമായി പരിക്കേറ്റു. ഓട്ടോയുടെ മുൻഭാഗം തകർന്നു. ഇന്ന് രാവിലെ 6 മണിയോടെയാണ് സംഭവം. തൃശൂർ കുന്നംകുളത്ത് യുവാവിന്റെ മരണം കൊലപാതകം. ചെറുവത്താനി സ്വദേശി വിഷ്ണു മരിച്ചത് മർദ്ദനം മൂലമെന്ന് തെളിഞ്ഞു. വിഷ്ണു സ്ഥിരമായി
കാവിലക്കാട് ആനയെ കിട്ടുന്ന സ്ഥലത്ത് പോകുന്നത് ചോദ്യം ചെയ്ത് സുഹൃത്തുക്കൾ വിഷ്ണുവിനെ ആക്രമിച്ചു. പിന്നാലെ വിഷ്ണു ബോധരഹിതനായി വീഴുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. ബൈക്ക് അപകടത്തിൽ പരിക്ക് പറ്റിയതെന്നാണ് ഡോക്ടറോട് പറഞ്ഞത്. എന്നാൽ പരിശോധനയിൽ അസ്വാഭാവികത തോന്നിയ ഡോക്ടർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. സുഹൃത്തുക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തൃശൂർ വാടാനപ്പള്ളിയിൽ വൻ കഞ്ചാവ് വേട്ട. 12.5 കിലോ കഞ്ചാവുമായി മഹാരാഷ്ട്ര സ്വദേശിയായ സയ്യിദ് ഇർഫാൻ പിടിയിലായി. തീരദേശ മേഖലയിലെ അന്യസംസ്ഥാന തൊഴിലാളികളെ ലക്ഷ്യമാക്കിയായിരുന്നു വിൽപ്പന. തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് സംഘം നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. കോഴിക്കോട് കൊയിലാണ്ടി മുത്താമ്പിയിൽ BJP പ്രവർത്തകർ നടത്തിയ ആഹ്ലാദ പ്രകടനത്തിനിടയിൽ പടക്കം പൊട്ടിക്കുന്നതിനിടെ 3 പേർക്ക് പരിക്ക്. റോഡിന് സമീപം മീൻ വിൽക്കുന്ന കച്ചവടക്കാർക്കാണ് പരിക്കേറ്റത്. പടക്കം പൊട്ടിത്തെറിച്ച് മുഖത്തും ചെവിക്കും പരിക്കേറ്റു. മൂവരും താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. BJP പ്രവർത്തകർ റോഡിന് നടുവിൽ വെച്ചാണ് പടക്കം പൊട്ടിച്ചതെന്നാണ് ആരോപണം. അപകടത്തെ തുടർന്ന് പ്രകടനം നിർത്തിവെക്കുകയായിരുന്നു. ഇടുക്കി മൂന്നാറിലെ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനാക്രമണം. ചൊക്കനാട് സൌത്ത് ഡിവിഷനിലാണ് കാട്ടാനക്കൂട്ടമെത്തി ആക്രമണം നടത്തിയത്. പ്രദേശവാസിയായ പുണ്യവേലിന്റെ പലചരക്ക് കടയ്ക്ക് നേരെയാണ് ആനയുടെ ആക്രമണമുണ്ടായത്. മുൻപും നിരവധി തവണ ഈ പലചരക്ക് കടയ്ക്ക് നേരെ ആക്രമണമുണ്ടായിട്ടുണ്ട്. എന്നാൽ ഇതുവരെയും നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി. ജനവാസ മേഖലയിൽ സ്ഥിര സാന്നിധ്യമായ കാട്ടാന പടയപ്പ വനത്തിലേക്ക് ഇനിയും പിൻവാങ്ങിയിട്ടില്ല. വാഗുവരെ എസ്റ്റേറ്റ് മേഖലയിലാണ് നിലവിൽ പടയപ്പയുടെ സാന്നിധ്യമുള്ളത്. നാശത്തിന്റെ വക്കിലായ പട്ടാമ്പി പ്രീ മെട്രിക് ഹോസ്റ്റൽ നവീകരിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 50 ലക്ഷം രൂപ ചിലവഴിച്ചാണ് നവീകരണം നടക്കുന്നത്. 14 വർഷമായി അടഞ്ഞുകിടക്കുന്ന സ്ഥാപനം സംരക്ഷിക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 50 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നവീകരിക്കുന്നത്. പരിപാലനമില്ലാതെ ദ്രവിച്ച മരത്തിന്റെ ജനലുകളും വാതിലുകളും ഫർണിച്ചറുകളും പൂർണ്ണമായും നീക്കം ചെയ്തു. ഇരുമ്പിന്റെ ജനലുകളും വാതിലുകളും ഘടിപ്പിക്കുന്ന പ്രവൃത്തികളാണ് പുരോഗമിക്കുന്നത്. മഴയിൽ ചോർന്നൊലിക്കുന്ന കെട്ടിടത്തിന്റെ സംരക്ഷണത്തിനായി മുകളിൽ ഷീറ്റ് മേഞ്ഞിട്ടുണ്ട്. തകർച്ച നേരിട്ട തറയും ചുമരുകളും നവീകരിക്കും. കാട് പിടിച്ചു കിടന്നിരുന്ന കെട്ടിടത്തിന് മുൻവശം ഇന്റർലോക്ക് കട്ട പതിച്ച് നവീകരണം പൂർത്തിയാക്കിയിട്ടുണ്ട്. SC ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടായതുകൊണ്ട് അത് SC കുട്ടികൾക്കുള്ള ഹോസ്റ്റൽ സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഈ ഭരണസമിതി ഉദ്ദേശിക്കുന്നത്. കൂടാതെ ഇനിയും അവിടെ നവീകരണ പ്രവൃത്തികൾ ആവശ്യം വന്നാൽ വീണ്ടും ഫണ്ട് ചെലവഴിക്കാൻ തയ്യാറാണ്. അത് SC കുട്ടികൾക്ക് ഏറെ പ്രയോജനപ്പെടുന്ന രീതിയിൽ മറ്റ് വിധത്തിലുള്ള മറ്റെന്തെങ്കിലും കോഴ്സുകളോ അതുപോലത്തെ പരിപാടികളുമായിട്ട് ആലോചിക്കുന്നുണ്ട്. പട്ടാമ്പിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന SC/ST വിദ്യാർത്ഥികൾക്ക് താമസിച്ച് പഠിക്കുന്നതിനാണ് 1989 2 നില കെട്ടിടം നിർമ്മിച്ചത്. ഇന്നും ഈ കെട്ടിടത്തിൽ നിരവധി ഓഫീസുകൾ പ്രവർത്തിക്കാനുള്ള സൗകര്യമുണ്ട്. അടുക്കളയും ഡൈനിങ് ഹാളും അടക്കം എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. മുൻപും ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് കെട്ടിടത്തിൽ അറ്റകുറ്റപ്പണി നടത്തിയെങ്കിലും അതൊന്നും അധികനാൾ നീണ്ടുനിന്നില്ല. സ്വകാര്യ കെട്ടിടങ്ങളിൽ വലിയ വാടക നൽകി സർക്കാർ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുമ്പോഴും മികച്ച സൗകര്യമുള്ള ഈ കെട്ടിടത്തിനോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 പട്ടാമ്പി. മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ 1.5 ഏക്കർ സ്ഥലത്ത് 2.5 ലക്ഷം കമുകിൻ തൈകൾ ഉൽപ്പാദിപ്പിച്ച് 2 യുവാക്കൾ. എരുവെട്ടി സ്വദേശി രഞ്ജിത്തും വെട്ടുണ്ടായിലെ ഷിജുകുമാറുമാണ് പിണറായിയിലെ വിശാലമായ സ്ഥലത്ത് അത്യുൽപാദനശേഷിയുള്ള കമുകിൻ തൈകൾ ഉൽപ്പാദിപ്പിച്ചത്. കമുകിൻ തൈകളുടെ വിപണന ഉദ്ഘാടനം പിണറായി കൽപ്പക നഴ്സറിയിൽ നടന്നു. സുഹൃത്തിനു വേണ്ടി ഏറ്റവും മികച്ച കമുകിൻ തൈകൾ തേടിയുള്ള അലച്ചിലാണ് രഞ്ജിത്തിന്റെയും ഷിജുകുമാറിന്റെയും ജീവിതത്തിൽ പുതിയൊരു തുടക്കമിട്ടത്. കമുകിൻ തൈകൾക്കായുള്ള അന്വേഷണം അടുത്തപ്പോൾ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാനുള്ള തീരുമാനത്തിൽ ഇവരെത്തുകയായിരുന്നു. അങ്ങനെയാണ് 2 സുഹൃത്തുക്കളും ചേർന്ന് ഇന്ന് ഈ കാണുന്ന 2.5 ലക്ഷം കമുകിൻ തൈകൾ ഉൽപ്പാദിപ്പിച്ചത്. എരവട്ടിയിലെ ഇലക്ട്രീഷ്യനാണ് രഞ്ജിത്ത്. നഴ്സറി ഉടമയാണ് VN ഷിജുകുമാർ. നമ്മൾ കഴിഞ്ഞ വർഷം നമ്മുടെ ഒരു സുഹൃത്തിന് വേണ്ടി നല്ല തൈക്ക് വേണ്ടി ഒരുപാട് സ്ഥലത്ത് അലഞ്ഞപ്പോൾ തൈക്ക് സാധാരണ മാർക്കറ്റിൽ ഉള്ളതിനേക്കാൾ വില ആവശ്യപ്പെടുകയും നല്ല തൈ കിട്ടാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലാണ് ഞങ്ങൾ ഉൽപ്പാദനം എന്ന ഒരു ലക്ഷ്യത്തിലേക്ക് ചർച്ച ചെയ്യുകയും എത്തിപ്പെടുകയും ചെയ്തിട്ടുള്ളത്.
ഇതിൻ്റെ പരിചരണങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ കസ്റ്റമറുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് നടിയിൽ സമയത്ത് ചെയ്യേണ്ടത്. അതുപോലെ നമ്മൾ പ്ലാന്റേഷൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിലിപ്പോൾ ഉള്ളത് ഇന്റർമംഗള, മോഹിത് നഗർ, കാസർഗോഡൻ എന്നീ 3 വെറൈറ്റികളാണ്. തയ്യാക്കി മാറ്റാൻ നമുക്ക് ഇവിടെ വെള്ളത്തിൻ്റെ ലഭ്യത ഉള്ളതുകൊണ്ടും യതീന്ദ്രൻ മാഷ് നമ്മളെ നല്ല രീതിയിൽ സഹായിച്ചതുകൊണ്ടും ഇവിടെ വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്കിത് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. അതുകൂടാതെ നമ്മൾ തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്തത്. അവർക്ക് ജോലിയില്ലാത്ത സമയത്ത് അവരുടെ സഹകരണം കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലേബറിൻ്റെ ഒരു പ്രശ്നം നമുക്ക് കാര്യമായിട്ടുണ്ടായിട്ടില്ല. ആവശ്യക്കാർ ഒത്തിരി ഉണ്ട്. നമുക്ക് സോഷ്യൽ മീഡിയ വഴിയും പത്രങ്ങളിലൊക്കെ വന്നതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇതിനെ അന്വേഷിച്ച് ഇവിടെ എത്തുകയും, അതുകൂടാതെ നമ്മൾ ഓൾറെഡി നഴ്സറി ഉള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ കസ്റ്റമർ നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് മാർക്കറ്റിങ്ങിന് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. കാസർഗോഡ്, കർണാടക തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശിച്ചാണ് ഇവർ ഗുണനിലവാരമുള്ള അടയ്ക്ക ശേഖരിച്ചത്. ഖത്തർ റേഡിയോ ഡയറക്ടറായിരുന്ന വെണ്ടുട്ടായിലെ യതീന്ദ്രന്റെ 1.5 ഏക്കറിലധികം സ്ഥലവും ജലസേചന സംവിധാനങ്ങളും യുവാക്കൾക്ക് വിട്ടുനൽകി. ഇന്റർമംഗള, മംഗള, മോഹിത് നഗർ, കാസർഗോഡൻ തുടങ്ങി വിവിധ അടയ്ക്കകളുടെ 2.5 ലക്ഷത്തിലേറെ തൈകളാണ് ഇവരുടെ നഴ്സറിയിലുള്ളത്. തൈകളുടെ വിപണനോദ്ഘാടനം പിണറായി പഞ്ചായത്ത് പ്രസിഡന്റ് KK രാജീവൻ നിർവഹിച്ചു. ആദ്യ വിൽപ്പന AICC മെമ്പർ VA നാരായണൻ ശ്രീധരൻ മാസ്റ്റർക്ക് നിർവഹിച്ചു. ന്യൂസ് 18 കണ്ണൂർ. തൃശൂർ DCCയിൽ വീണ്ടും സംഘർഷം. ഓഫീസിലെത്തിയ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിന് സ്വീകരണമൊരുക്കിയ ഒരു വിഭാഗം പ്രവർത്തകർ. ജോസിന് അനുകൂലമായി മുദ്രാവാക്യം മുഴക്കി. കെ മുരളീധരന്റെ പരാജയത്തെ തുടർന്നുണ്ടായ തർക്കങ്ങളിൽ നേരത്തെയും DCC ഓഫീസിൽ സംഘർഷമുണ്ടായിരുന്നു. പെരിയാർ വിഷമയമാക്കരുതെന്നാവശ്യപ്പെട്ട് AIYF പെരിയാർ സംരക്ഷണ പദയാത്ര നടത്തി. AIYF സംസ്ഥാന സെക്രട്ടറി TD ജിസ്മോൻ, പ്രസിഡന്റ് N അരുൺ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പദയാത്ര. പെരിയാറിലേക്ക് രാസമാലിന്യം ഒഴുക്കുന്ന സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തുക, പെരിയാർ നദി സംരക്ഷിക്കുക, പെരിയാർ റിസർവ് മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിക്കുക, പുഴ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു ജാഥ. CPI ദേശീയ കൌൺസിൽ അംഗം സത്യൻ മൊക്കേരിയാണ് കടമക്കുടിയിൽ ജാഥ ഉദ്ഘാടനം ചെയ്തത്. ഏലൂർ പാതാളത്ത് നടന്ന സമാപന സമ്മേളനവും പെരിയാർ സംരക്ഷണ സദസ്സും പന്ന്യൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിഷജലം ഈ നദികൾ ഒഴുകുന്നത് നോക്കിയിരിക്കാൻ പറ്റില്ല. നമ്മളെ നദികൾ 44 നദികളുണ്ട്. ആ 44 നദികളും കേരളത്തിന്റെ ഏറ്റവും വലിയ ശക്തിയാ. ഈ നദികളിൽ ശുദ്ധജലം വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഭൂമിക്കടിയുള്ള ജലമുണ്ടല്ലോ, ആ ജലമല്ലേ നമുക്ക് പലപ്പോഴും കുഴൽക്കിണറിലെ വെള്ളമായും എല്ലാം കിട്ടുന്ന ജലം അതാണല്ലോ. ആ ജലവും അശുദ്ധമാവും. അതിന്റെ ഫലമെന്താ? നമ്മുടെ നാട്ടിലെ ജലമെല്ലാം അശുദ്ധമാകുന്ന അവസ്ഥയുണ്ടാവും. വിവിധ കേന്ദ്രങ്ങളിൽ ജനങ്ങളും മത്സ്യ കർഷകരും തൊഴിലാളികളും ജാഥയ്ക്ക് സ്വീകരണം നൽകി. ന്യൂസ് 18 കൊച്ചി. എറണാകുളം മഞ്ഞുമലയിൽ വീട്ടുമുറ്റത്തെ കിണർ ഇടിഞ്ഞു താണു. രാവിലെ 6 മണിയോടെയാണ് സംഭവം. BK പരമേശ്വരന്റെ വീട്ടിലാണ് കിണർ ഇടിഞ്ഞു താഴ്ന്നത്. മോട്ടോർ ഉപയോഗിച്ച് വെള്ളം അടിച്ചു കയറ്റുന്നതിനിടെയായിരുന്നു വലിയ ശബ്ദത്തോടെ കിണർ ഇടിഞ്ഞു താണത്. ഇടവേള. മന്ത്രിമാരുടെ എണ്ണത്തിൽ കൂടുതലുണ്ട്. അപ്പോൾ ഇനി ഒരു മന്ത്രിസ്ഥാനം ഈ രണ്ട് കക്ഷികൾക്കും, അതായത് NDAയിലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും കക്ഷികൾക്ക് ഇനി നൽകാൻ സാധ്യതയില്ല. ഒരു ക്യാബിനറ്റ് പദവിയും ഒരു സഹമന്ത്രി സ്ഥാനം കൊണ്ട് ഈ രണ്ട് കക്ഷികളും തൃപ്തിപ്പെടേണ്ടി വരുമെന്ന കാര്യമാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ അവർക്ക് ഇനി ഏതൊക്കെ വകുപ്പുകൾ എന്ന കാര്യത്തിൽ തീരുമാനം വരേണ്ടതുണ്ട്. ഏതായാലും ഇന്ന് രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് മുൻപായി, സാധാരണഗതിയിൽ രാവിലെയാണ് ഈ പട്ടിക പുറത്തിറങ്ങാറുള്ളത്, ഏതൊക്കെ വകുപ്പുകൾ എന്ന കാര്യത്തിലുള്ള പട്ടിക പുറത്തിറങ്ങാറുണ്ട്. അപ്പോൾ ഇന്ന് അല്പസമയത്തിനകം 10 മണിയോട് കൂടി ഒരു പക്ഷേ ഈ പട്ടിക പുറത്തു വരാം. വകുപ്പുകൾ സംബന്ധിച്ച പ്രഖ്യാപനം വരികയും ചെയ്യാം. ഈ രണ്ട് കക്ഷികളും നിലവിൽ ധാരണയായിട്ടുള്ളത് സംസ്ഥാനത്തിന് കൂടുതൽ കേന്ദ്ര ഫണ്ട്, ഒപ്പം തന്നെ പാക്കേജ് തുടങ്ങിയ കാര്യങ്ങൾ, അങ്ങനെ സ്റ്റേറ്റ് ഫോക്കസ് ആയ നിലപാടെടുത്തുകൊണ്ട് അവർ ഏതായാലും ഇതിന് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത
71 മന്ത്രിമാരിൽ 33 പേർ പുതുമുഖങ്ങളാണെന്ന പ്രത്യേകത കൂടിയുണ്ട്. അതായത് ആദ്യമായി മന്ത്രിസഭയിൽ വരുന്നവരാണ് 33 പേരും. അപ്പോൾ പരിചയസമ്പന്നരും ഒപ്പം തന്നെ പുതുമുഖങ്ങളും കൂടി ചേർന്നുകൊണ്ടൊരു കോമ്പിനേഷനാണ് ഏതായാലും മോദി സർക്കാരിൻ്റെ പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത്. ഇതിൽ തന്നെ OBC വിഭാഗത്തു നിന്നും ഒപ്പം തന്നെ തിരികെ വരുമ്പോൾ സംസ്ഥാനത്ത് നിന്ന് 8 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത്. നാളെ 12 ജില്ലകളിലും യെല്ലോ അലേർട്ടാണ്. മറാത്തവാഡയ്ക്ക് മുകളിൽ നിലനിൽക്കുന്ന ചക്രവാത ചുഴിയുടെ സ്വാധീനത്താൽ വരും ദിവസങ്ങളിലും മഴ കനക്കുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. പാലക്കാട് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതിയായ ഓഡിറ്റോറിയം നിർമ്മാണം പാതിവഴിയിൽ നിലച്ചു. ഇതോടെ കടുത്ത നിരാശയിലാണ് പ്രദേശവാസികൾ. പഞ്ചായത്തിന് ലഭിച്ച സ്പോർട്സ് ലോട്ടറി സമ്മാനത്തുക കൊണ്ടാണ് ഓഡിറ്റോറിയം നിർമ്മിക്കാനൊരുങ്ങിയത്. 2.5 ഏക്കറിൽ ഓഡിറ്റോറിയത്തിനായി നിർമ്മിച്ച കെട്ടിടം ഇപ്പോൾ ശോച്യാവസ്ഥയിലാണ്. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന് സ്പോർട്സ് ലോട്ടറി വഴി ലഭിച്ച 2 കോടി രൂപ വിനിയോഗിച്ച് വാടാനംകുറിശ്ശിയിലാണ് പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് ഓഡിറ്റോറിയം നിർമ്മാണം തുടങ്ങിയത്. പണി ഭൂരിഭാഗവും പൂർത്തിയായി. തുടർ പ്രവർത്തനം നിലച്ചിരിക്കുകയാണ്. ആരും തിരിഞ്ഞു നോക്കാതായതോടെ ഓഡിറ്റോറിയവും പരിസരവും സാമൂഹ്യവിരുദ്ധരുടെ താവളമായി. കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച കെട്ടിടത്തിന്റെ ജനലുകൾ തകർത്ത നിലയിലാണ്. ഇലക്ട്രിക്കൽ, ഇന്റീരിയർ, പ്ലംബിംഗ് വർക്കുകളും അനുബന്ധ പ്രവൃത്തികളും ഇനി നടത്താനുണ്ട്. എത്രയും പെട്ടെന്ന് നിർമ്മാണം പൂർത്തിയാക്കി ഓഡിറ്റോറിയം തുറന്നു കൊടുക്കണമെന്നാണ് ആവശ്യം. ഇത് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ 10ാം വാർഡിൽ ഒരു ഓഡിറ്റോറിയം വർഷങ്ങളായിട്ട് പണി തുടങ്ങിയതാണ്. ഏതാണ്ട് ഒരു 7 വർഷത്തോളം ആയെന്നാണ് എൻ്റെ കണക്ക്. ഈ ഓഡിറ്റോറിയം കാട് പിടിച്ച് കിടക്കുന്നു. അതേപോലെ തന്നെ ഈ ഓഡിറ്റോറിയത്തിൽ പുറത്തുനിന്ന് അനാവശ്യമായ കാര്യങ്ങൾ നടക്കാൻ ചാൻസ് ഉണ്ട്. ഇവിടെ പട്ടി നായക്കളുടെ ശല്യം ഓവറായി വന്നുകൊണ്ടിരിക്കുന്നു. ഈ ഓഡിറ്റോറിയം പണി തീർത്ത് എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് അധികാരികൾ പണി തീർത്ത് ഇതിനെ ഒരു ഉദ്ഘാടനം കഴിഞ്ഞ് സാധാരണക്കാരന് ഈ പുറത്തുപോയി ഓഡിറ്റോറിയത്തിന് 50,000 60,000 കൊടുക്കുന്നത് ഇവിടെ നിസാര പൈസയ്ക്ക് സാധാരണക്കാരന് കല്യാണം നടത്താൻ പറ്റുന്നൊരു ഓഡിറ്റോറിയമാണിത്. നല്ല സൗകര്യങ്ങളുള്ള ഒരു ഓഡിറ്റോറിയമാണ്. വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനും കുടിക്കാനുള്ള വെള്ളവും. ഇത് അധികാരികളെ എത്രയും പെട്ടെന്ന് ഈ ഓഡിറ്റോറിയം ഉദ്ഘാടനം കഴിഞ്ഞ് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കണമെന്നാണ് എനിക്ക് ഈ നാട്ടുകാരനിലേക്ക്. സ്വന്തം വീടിനടുത്ത് തന്നെ കിടക്കുന്ന ഓഡിറ്റോറിയമാണ്. അത് ഭയങ്കര വിഷമമുണ്ട് ഈ ഓഡിറ്റോറിയം കിടക്കുന്നത് കാണുമ്പോൾ, പുല്ലും പിടിച്ച് കാടും പിടിച്ച് കിടക്കുമ്പോൾ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഓഡിറ്റോറിയം പഞ്ചായത്ത് ഉദ്ഘാടനം ചെയ്ത് സാധാരണക്കാരന് വേണ്ടി വിട്ടുകൊടുക്കണമെന്നാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. ജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഓഡിറ്റോറിയം ഉള്ള പഞ്ചായത്താണ് ഓങ്ങല്ലൂർ. സ്വകാര്യ ഓഡിറ്റോറിയങ്ങൾ വൻ തുക വാടകയായി ഈടാക്കുമ്പോൾ പഞ്ചായത്ത് ഓഡിറ്റോറിയം ജനങ്ങൾക്ക് ഏറെ ഉപകരിക്കുമായിരുന്നു. പക്ഷേ ഇത് നടപ്പാക്കാൻ എത്ര നാൾ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന ചോദ്യം. ന്യൂസ് 18 ഓങ്ങല്ലൂർ. പഞ്ചായത്ത് റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞതോടെ യാത്രാ ദുരിതത്തിലായി നിരവധി വീട്ടുകാർ. കോഴിക്കോട് കാരശ്ശേരി പഞ്ചായത്തിലെ 6ാം ബ്ലോക്ക് കവളൂർ പ്രദേശത്ത് 20ഓളം വീട്ടാ ദുരിതം അനുഭവിക്കുന്നത്. 10 വർഷത്തോളമായി പ്രദേശവാസികൾ റോഡ് നവീകരിച്ചു നൽകാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും പഞ്ചായത്ത് ഭരിക്കുന്ന ഇടത് വലത് മുന്നണികൾ തിരിഞ്ഞു നോക്കിയിരുന്നില്ല. 3 മാസം മുൻപ് 100 മീറ്റർ റോഡ് നവീകരണം ആരംഭിച്ചെങ്കിലും ടാറിംഗ് പ്രവൃത്തി പൂർത്തീകരിച്ചില്ല. ഇതോടെ നിലവിൽ ചെയ്ത സോളിംഗും ഇളകിത്തുടങ്ങിയിട്ടുണ്ട്. റോഡിന്റെ ബാക്കി ഭാഗം പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന നിലയിലുമാണ്. ഒരു ഓട്ടോ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈവർമാർ ഓട്ടോറിക്ഷക്കാരൊന്നൊരു റേഷൻ കടയിൽ നിന്ന് സാധനം വരെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുവരാൻ വലിയ റോഡ് മോശമാണെന്ന് പറഞ്ഞ് വരയില്ല. ഞങ്ങൾ അവിടെ ആ മേലെ റോഡിൽ ഇറക്കിയിട്ട് അവിടുന്ന് സാധനം എടുത്തുകൊണ്ട് പോരല്ല. പിന്നെ കുട്ടിയൊക്കെ ഹോസ്പിറ്റലിൽ പോകാൻ ഇപ്പം എൻ്റെ മോളും പ്രസവമൊക്കെ ആയിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് രാത്രി 9 മണിക്ക് 10 മണിക്ക് വേദന തട്ടിയിട്ട് ഇവിടുന്ന് നടന്നു പോയതാണ്. എന്നിട്ട് ആ മെയിൻ റോട്ടുമേ പോയിട്ട് അവിടുന്ന് വണ്ടി വിളിച്ചിട്ട് പോയതാണ്. രോഗികളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും വരാത്ത സാഹചര്യമാണെന്ന് നാട്ടുകാർ പറയുന്നു. നേരത്തെ MLA 10 ലക്ഷം രൂപ റോഡ് നവീകരണത്തിനായി അനുവദിച്ചുവെന്ന ബാനർ പ്രദേശത്ത് പ്രത്യക്ഷപ്പെട്ടിരുന്നു. പിന്നീട് അതും കാണാതായി. എൻ്റെ അയൽവാസി ഒരു വീട്ടിലൊരു ഉമ്മക്ക് സുഖമില്ലാണ്ട്, കാരണം ആസാദ് ഹോസ്പിറ്റലിൽ അവിടെയാണ്. ആ സ്ത്രീക്ക് സുഖമില്ലാണ്ട് അവിടെ വാഹനമൊന്നുമില്ല. ഇവിടുന്ന് എന്നെ വിളിച്ചിട്ട് ഞാനും മകനും അവിടെ എത്താൻ വേണ്ടി 15 മിനിറ്റ് എടുത്തെങ്കിലും 15 മിനിറ്റ് എടുത്ത് അവിടെ ചെന്ന് EMS ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയി അവിടെ എത്തി ഒരു 15 മിനിറ്റ് കൊണ്ട് ആ സ്ത്രീ മരിക്കുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെ നമ്മളെ റോഡ് കൊണ്ടുള്ള നമ്മളെ ടൈമാണ് ഇതിനൊക്കെ പ്രശ്നം. ഒരാളെ ജീവൻ രക്ഷപ്പെടുത്താൻ 5 മിനിറ്റ് മതി. ഈ 5 മിനിറ്റ് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റില്ല.
പൊട്ടിപ്പൊളിഞ്ഞ റോഡായത് കാരണം സ്കൂൾ വാഹനങ്ങൾ പ്രദേശത്തേക്ക് എത്താതെ ആയതോടെ കുട്ടികളും ബുദ്ധിമുട്ടിലാണ്. മഴക്കാലമായ ഭയങ്കര ബുദ്ധിമുട്ട്. വെള്ളവും വരും, കൊടയും ചൂടണം, മക്കളെ എടുക്കണം, ബാഗും പിടിക്കണം. ഭയങ്കര എല്ലാം കൊണ്ട് ബുദ്ധിമുട്ടാണ്. റോഡ് നമ്മൾ തന്നെ വികാൻ പോകണം. പിന്നെ മക്കളെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഭയങ്കര ബുദ്ധിമുട്ടാണ് നടക്കാനൊക്കെ. എല്ലാത്തിനും ബുദ്ധിമുട്ടാണെന്ന് പറയും റോഡ് കൊണ്ട്. എത്രയും പെട്ടെന്ന് റോഡ് നവീകരിച്ച് യാത്രാ സൗകര്യം ഒരുക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് 18 മുക്കം. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6545, പവൻ 52,360. 18 ക്യാരറ്റ് ഗ്രാം സ്വർണത്തിന് 5470, പവന് 43,760. വെള്ളി ഗ്രാമിന് 95, കിലോയ്ക്ക് 95,000.